നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പല ടൈപ്പ് ദോശകളുണ്ടല്ലോ. അപ്പൊ അധിക ദോശ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ കുറേ ചെയ്താൽ അതൊന്ന് ഫ്ലോപ്പ് ആയിപ്പോ. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല. നല്ല നന്നാവും ഉറപ്പുള്ളൊരു ദോശയാണ് ഉഴുന്നിന്റെ ദോശ. അപ്പൊ നമ്മൾ എന്നാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തലേന്ന് എന്ത് ചെയ്യാം, രാവിലെ ഒരു പാത്രത്തില് പച്ചരി ഉലുവയും കൂടി വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. നമ്മളിപ്പോ ഒരു 3 ഗ്ലാസ്സാണ് പച്ചരി എങ്കിൽ അതിലേക്ക് 3 സ്പൂൺ ഉലുവ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഉഴുന്ന്, അതായത് പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിന് പകുതി ഉഴുന്നെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും ഇതുപോലെ തന്നെ എന്താ ചെയ്യുക, കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. അപ്പൊ ഏകദേശം ഒരു 7 മണിക്കൂർ, മിനിമം 7 മണിക്കൂറെങ്കിലാണ് നല്ലത്. എന്താ ചെയ്യുക, രാത്രി ആകുമ്പോൾ മിക്സിയിൽ അടിക്കാം. അപ്പൊ ആദ്യം ഉഴുന്ന് നന്നായിട്ട്, അധികം ഓവറായിട്ട് വെള്ളം ഒന്നും വേണ്ട, നമ്മൾ ആ കുതിർത്താൻ വെച്ച വെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ പച്ചരിയും ഉലുവയും കൂടി. അപ്പൊ അതിലേക്ക് ഒരു 3 ഗ്ലാസ്സാണ് പച്ചരി എങ്കിൽ 3 കയ്യിൽ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ചോറും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് അടിച്ചിട്ട് അവിടെ എടുത്ത് മാറ്റി വെക്കുക. രാവിലെ എന്ത് ചെയ്യുക, അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ദോശ ചുട്ടാൽ ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നെയ്യും കൂടി ഇതിന്റെ മേലെ ഇങ്ങനെ ചേർത്തിട്ട് എടുക്കാൻ പറ്റും.